സ്മൃതി ഭാഗം 22. ദിവസങ്ങൾ പോകുന്തോറും വർഷ കണ്ണനുമായി കൂടുതലെടുത്തു. കളിക്കാൻ ഫോൺ കൊടുത്തും കഴിക്കാൻ ജങ്ക് ഫുഡ് മേടിച്ചു കൊടുത്തും അവൻ്റെ പിടിവാശികൾക്ക് കൂട്ടുനിന്നും അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അതെല്ലാം തടയുവാൻ ഗൗരി ശ്രമിച്ചെങ്കിലും വ്യാസിൻ്റെ അനുവാദത്തോടു കൂടി വർഷം മുന്നോട്ട് പോയി. വ്യാസിനോട് ഇതിനെപ്പറ്റി പലപ്പോഴും തർക്കിച്ചപ്പോഴും അവൻ്റെ അമ്മയാകാൻ പോകുന്ന വർഷ അതൊക്കെ നോക്കിക്കോളും, ഗൗരിയോട് ഒന്നിനും ഇടപെടേണ്ട എന്ന് അർത്ഥമുറിച്ച് വ്യാസ് പറഞ്ഞു. അവൻ്റെ വാക്കുകൾ അവളെ വളരെയധികം വേദനിപ്പിച്ചു. ഗൗരിക്ക് മുന്നിൽ വെച്ച് വ്യാസും വർഷയും കൂടുതൽ അടുത്തിടപഴകി. അത് അവളിൽ ഒരുപാട് സങ്കടമുണ്ടാക്കി. എങ്കിലും ഗീതുവിനെ പറ്റി ആലോചിച്ചപ്പോൾ വ്യാസിൻ്റെ അടുത്തു നിന്നും മനസ്സില്ലെങ്കിൽ പോലും അവൾ അകലം പാലിച്ചു. ഒപ്പം വ്യാസിൻ്റെ വീട്ടുകാർക്കും വർഷയെ ഇഷ്ടമാണെന്ന് തോന്നിയതും ഗൗരി വല്ലാതെ ഉൾവലിഞ്ഞ് നടക്കുവാനായി തുടങ്ങി. അവളുടെ വിഷമം കണ്ട് പലപ്പോഴും ലച്ചു വ്യാസിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുനിഞ്ഞെങ്കിലും ഗൗരി അവളെ തടഞ്ഞു. വ്യാസ് കിച്ചണിലേക്ക് ചെന്നതും അവിടെ ഗൗരിയും നീതുവും ഉണ്ടായിരുന്നു. ഗൗരിയെ ഒട്ടുമേ മൈൻഡ് ചെയ്യാതെ നീതുവിനോട് ഒരു ചായ ചോദിച്ച് അവൻ തിരിഞ്ഞു നടന്നു. കുറേ ദിവസമായുള്ള അവൻ്റെ പെരുമാറ്റം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവളത് ശ്രദ്ധിക്കാൻ പോയില്ല. ചായ റെഡിയായതും എന്തോ തിരക്ക് പറഞ്ഞ് നീതു ഗൗരിയെ ഉന്തിത്തള്ളി വിട്ടു. ചായ കൊടുക്കുവാനായി വ്യാസിൻ്റെ റൂമിലേക്ക് ചെന്ന ഗൗരി അവിടുത്തെ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു. പരസ്പരം ആലിംഗനം ചെയ്തു നിൽക്കുന്ന വ്യാസും വർഷയും. തനിക്കെതിരെ നിൽക്കുന്നതിനാൽ വ്യാസിൻ്റെ മുഖം കാണുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വർഷയുടെ മുഖം ഗൗരി വ്യക്തമായി കണ്ടു. വ്യാസിനെ തള്ളി മാറ്റി ഓടുവാൻ ശ്രമിച്ച വർഷയെ അവൻ തടഞ്ഞു നിർത്തി. അവളുടെ അധരങ്ങൾ അവൻ തൻ്റെ അധരങ്ങളാൽ ബന്ധിച്ചു. ഗൗരിക്ക് തൻ്റെ ദേഹം തളരുന്ന പോലെ തോന്നി. ഒരു നിമിഷം അവളെല്ലാം മറന്നു. തന്നോട് പ്രണയമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു നിന്ന തിളക്കം മാത്രം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. ഇത്ര പെട്ടെന്ന് എല്ലാം മറന്ന് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ അവന് പറ്റില്ല എന്ന് അവളുടെ ഹൃദയം പറഞ്ഞപ്പോൾ കണ്ണുകൊണ്ട് നേരിൽ കണ്ടത് വിശ്വസിക്കാൻ ബുദ്ധി പറഞ്ഞു. കൂടുതൽ നേരം ആ കാഴ്ച കണ്ടു നിൽക്കാൻ ശക്തിയില്ലാതെ അവൾ വാതിൽ വലിച്ചടച്ച് തിരിഞ്ഞു നടന്നു. അവൾക്ക് ഉറക്കെ പൊട്ടിക്കരയുവാൻ തോന്നി. ആരോടും പറയാതെ വണ്ടിയും എടുത്ത് അവൾ പുറത്തേക്ക് പോയി. കണ്ണുകൾ നിറഞ്ഞ് പലപ്പോഴും അവളുടെ കാഴ്ച മറഞ്ഞു. എങ്ങനെയൊക്കെയോ അവൾ അടുത്തുള്ള പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്ത് ആരുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് തൻ്റെ സങ്കടമെല്ലാം കരഞ്ഞു തീർത്തു. വാതിൽ ശക്തിയിലടയുന്ന ശബ്ദം കേട്ട് വർഷയും മനുവും ഞെട്ടിപ്പിടഞ്ഞു മാറി. വർഷ വേഗം ചെന്ന് വാതിൽ തുറന്നു നോക്കിയിട്ടും ആരെയും കണ്ടില്ല. ബാൽക്കണിയിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് വേഗത്തിൽ തൻ്റെ വണ്ടിയും എടുത്ത് പുറത്തേക്ക് പോകുന്ന ഗൗരിയെയാണ്. റൂമിലേക്ക് തിരികെ വന്ന് മനുവിനോട് കാര്യം പറയാൻ തുടങ്ങിയതും ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് വ്യാസ് പുറത്തേക്ക് വന്നു. പരിഭ്രമത്തോടെ നിൽക്കുന്ന വർഷയെ കണ്ടതും അവൻ വേഗം അവൾ അടുത്തേക്ക് ചെന്നു. എന്താടി ആകെ കിളി പോയ പോലെ നിൽക്കുന്നേ? ഞാൻ കുളിക്കാൻ പോയ നേരത്ത് രണ്ടും കൂടി ഇവിടെ വേണ്ടാത്തത് വല്ലതും ഒപ്പിച്ചോ? മനുവിനെ നോക്കി ഒരു കണ്ണിറക്കിക്കൊണ്ട് വ്യാസ് ചോദിച്ചു. വിച്ചു, അത് ചെറിയൊരു പ്രശ്നമുണ്ട്. വർഷ പരുങ്ങലോടെ പറഞ്ഞതും വ്യാസ് സംശയത്തോടെ അവളെ നോക്കി. നടന്നതെല്ലാം വർഷ അവനോട് പറഞ്ഞു. ഇതിനെന്താ പ്രശ്നം? നീയും ഇവനും കൂടി ഉമ്മിച്ചതിന് അവൾക്കെന്താ പ്രശ്നം? അവൻ്റെ ചോദ്യം കേട്ട് വർഷ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. മനു വ്യാസിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു. അളിയ, പ്രശ്നം എന്താന്ന് വെച്ചാൽ വാതിലിനെതിരെ തിരിഞ്ഞു നിന്നിരുന്നത് കൊണ്ട് ഗൗരി എൻ്റെ മുഖം കണ്ടിട്ടുണ്ടാവില്ല. വർഷയെ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. നിന്റെ റൂമിൽ ഇവൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാനാണെന്ന് അവൾക്കറിയില്ലല്ലോ. നീയാണെന്ന് കരുതി. വാട്ട്? മനു പൂർത്തിയാക്കും മുന്നേ വ്യാസ് ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. വർഷയെയും മനുവിനെയും ദേഷ്യത്തിൽ കുറച്ചു നേരം നോക്കി. പിന്നെ ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ തുടങ്ങി. അല്ലെങ്കിൽ തന്നെ അവളുടെ മുന്നിൽ വെച്ച് വർഷയോട് പലപ്പോഴും വല്ലാത്ത അടുപ്പം കാണിച്ചിട്ടുണ്ട്. അത് കുശുമ്പ് കയറിയെങ്കിലും പെണ്ണ് തൻ്റെ പ്രണയം സ്വീകരിക്കട്ടെ എന്ന് കരുതിയാണ്.
എന്നാൽ ഇന്ന് വർഷ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കണ്ട കാഴ്ച പെണ്ണിനെ വല്ലാതെ തളർത്തി കാണും. കാരണം പുറത്തേക്ക് കാണിച്ചില്ലെങ്കിലും അവൾക്കുള്ളിൽ തന്നോടുള്ള പ്രണയം നിറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ താൻ മറ്റൊരു പെണ്ണിനൊപ്പം ആലോചിക്കും തോറും വ്യാസിന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുവാൻ തീരുമാനിച്ചിട്ടും എന്തുകൊണ്ട് വ്യാസിന് മറ്റൊരു പെണ്ണിനൊപ്പം കാണുമ്പോൾ തൻ്റെ ഹൃദയം വിങ്ങുന്നു എന്ന് അവൾ തന്നോട് തന്നെ ചോദിച്ചു. അതിന് അവൾക്ക് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും തൻ്റെ മനസ്സിലെവിടെയോ വ്യാസിനോട് പ്രണയം അവശേഷിക്കുന്നു. ചേച്ചിയുടെ ഭർത്താവാണെന്ന് മനസ്സാലെ ഉറപ്പിച്ച് ജീവിച്ചതാണെങ്കിലും ഇന്ന് അവൻ്റെ കണ്ണിൽ തന്നോടുള്ള പ്രണയം കാണുമ്പോൾ, കണ്ണനെ കാണുമ്പോൾ തന്നിൽ നിറയുന്നത് അവനോടുള്ള പ്രണയം തന്നെ ആണെന്നെന്ന സത്യം അവളെ തളർത്തി. കുറേ നേരം കരഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടിയ പോലെ തോന്നിയതും ഗൗരി തിരിച്ചു പോകുവാനായി എഴുന്നേറ്റു. വ്യാസിനെ പൂർണ്ണമായും അവഗണിക്കുവാൻ തന്നെ അവൾ ഉറപ്പിച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷേ അവനിൽ നിന്നും താൻ ഒളിപ്പിച്ചു വെച്ച പ്രണയം താൻ പോലും അറിയാതെ അവനിലേക്ക് ഒഴുകുമെന്ന് അവൾക്കറിയാമായിരുന്നു. സ്വന്തം ചേച്ചിയുടെ അനിഷ്ടത്തോടെ ഒന്നും പ്രവർത്തിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഹൃദയത്തിൽ 1000 കത്തി കുത്തിയിറക്കുന്ന വേദനയോടെ കണ്ണനെയും വ്യാസിനെയും വർഷയുടെ മാത്രമാക്കി കൊടുക്കുവാൻ അവൾ തീരുമാനിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോഴാണ് കുറച്ചു മുന്നിലായി ഒരാളോട് സംസാരിച്ചു നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് അവളുടെ നോട്ടം എത്തിയത്. ആളെ മനസ്സിലായതും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവേ കൂടെ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകളിൽ ദേഷ്യം ഉടലെടുത്തു. അവളുടെ നാക്കിൽ നിന്നും ആ പേര് ഉതിർന്നു വീണു, വിനായകൻ. പെട്ടെന്ന് തന്നെ അവർ കാണാത്ത രീതിയിൽ അവൾ കുറച്ചു മാറി അവരെ ശ്രദ്ധിച്ചു നിന്നു. അവർ തമ്മിലുള്ള സംസാരം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് അവരെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. പക്ഷേ അവർ തമ്മിൽ എങ്ങനെ അറിയും എന്ന ചിന്ത അവളെ കുഴപ്പത്തിലാക്കി. വിനായകൻ ആ പെണ്ണിനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയതും ഗൗരി വേഗം അവളുടെ അടുത്തേക്ക് നടന്നു. വിനായകനെ യാത്ര അയച്ച് തിരിഞ്ഞ പെൺകുട്ടി ഗൗരിയെ കണ്ടതും ഞെട്ടിത്തരിച്ചു നിന്നു. ഗൗരി, അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ലല്ലേ ടീന? നീ എന്താ ഇവിടെ? ടീനയുടെ ശബ്ദം പരിഭ്രമം കാരണം ഇടറി. ഇതെന്ത് ചോദ്യമാ ടീന? ഇത് പാർക്കല്ലേ, അല്ലാതെ നിന്റെ വീടൊന്നല്ലല്ലോ. ഇവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്നുകൂടെ? അല്ല, നീ എന്താ ഇങ്ങനെ വിയർക്കുന്നേ? ഗൗരിയുടെ മറുപടി കേട്ടതും ടീന ധൈര്യം സംഭരിച്ച് അവളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. ആ ശരിയാ. അല്ല, നീ എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്? ഞാൻ കരുതിയത് പെട്ടെന്നൊന്നും ഇറങ്ങില്ല എന്നാ. 3-4 ആണുങ്ങൾ ശരിക്കും ആസ്വദിച്ചതല്ലേ, അതിൻ്റെ ക്ഷീണം കാണില്ലേ? ടീനയുടെ സംസാരം ഗൗരിയിൽ ദേഷ്യമുണ്ടാക്കി. അവളുടെ ഓർമ്മയിലേക്ക് അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ വീണ്ടും തെളിഞ്ഞു വന്നു. അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ഒരു നിമിഷം കണ്ണടച്ച് ദേഷ്യത്തെ നിയന്ത്രിച്ച് അവൾ മുഖത്ത് ചിരി വരുത്തി. അന്ന് നീ എനിക്ക് തന്ന ആ സർപ്രൈസിന് നിന്നെ ഒന്ന് കണ്ടൊരു സമ്മാനം തിരിച്ചു തരണമെന്ന് അന്നേ ഞാൻ കരുതിയിരുന്നു. പറഞ്ഞു തീർന്നതും ഗൗരിയുടെ കൈ ടീനയുടെ കവിളിൽ പതിച്ചു. ദേഷ്യമടങ്ങാതെ ഇരു കവിളുകളിലും അവൾ മാറി മാറി അടിച്ചു. ഗൗരിയെ എതിർക്കുവാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കൈ കരുത്തിന് മുന്നിൽ ടീന തോൽവി സമ്മതിച്ചു പോയി. അവളുടെ ചുണ്ട് പൊട്ടി ചോരയൊലിച്ചു. അവൾ അവശതയോടെ നിലത്തേക്കിരുന്നു. വ്യാസിനോടുള്ള പ്രണയം കൊണ്ടാണ് നീ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് ഞാൻ കരുതിയത്. ചെയ്യാൻ പാടില്ലാത്തതാണ് നീ ചെയ്തതെങ്കിലും അത് ക്ഷമിക്കാൻ ഞാൻ ശ്രമിച്ചേനെ. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം നീ ഒറ്റയ്ക്കായിരുന്നില്ല അന്ന് അതൊക്കെ പ്ലാൻ ചെയ്തത് എന്ന്. ഇപ്പം നീ ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് യാത്ര പറഞ്ഞയച്ച ആ മോനും ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു അതെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് ഇത്രയെങ്കിലും തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതേടി, വിനായകന് ഞാൻ ചേർന്ന് തന്നെയാ അന്ന് പ്ലാൻ ചെയ്തത്. നിന്നില്ലാതെ ആക്കേണ്ടത് ഇപ്പം എൻ്റെ കൂടി ആവശ്യമാണ്. ആദ്യം എൻ്റെ വഴിയിൽ തടസ്സം നിന്നത് ഗീതു ആയിരുന്നു. അവളെ ഞാൻ
കാണാൻ ചെന്നിരുന്നു. ഒരിക്കൽ വ്യാസിൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറയാൻ. എന്നാൽ അവൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു. സ്വന്തം ചോരയുടെ പ്രണയത്തെ ചതിയിലൂടെ സ്വന്തമാക്കിയവളാണ് അവൾ എന്നറിഞ്ഞപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് ഭയന്നു. ടീന പറയുന്നത് എന്താണെന്ന് ഗൗരിക്ക് മനസ്സിലായില്ല. വെറുതെ എൻ്റെ ഗീതുവിനെ പറ്റി അനാവശ്യം പറയരുത്. അവൾ ആരെ ചതിച്ചു എന്നാ നീ പറയുന്നേ? വ്യാസിന് അവളെ ആയിരുന്നു ഇഷ്ടം. അവൾ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ തയ്യാറായിരുന്നില്ല. അവൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ പൊട്ടിയല്ല. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതാ. വ്യാസ് ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അവനെ കത്തുകളിലൂടെ തൻ്റെ പ്രണയം അറിയിച്ചവളെ. അവളെ അന്വേഷിച്ചാണ് ഞാനും അങ്ങോട്ട് വന്നത്. എന്നാൽ ഞാൻ അന്വേഷിക്കുന്ന ആൾ അവളല്ല, നീയാണെന്ന് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. വ്യാസാണ് അത് അവളാണെന്ന് തെറ്റിദ്ധരിച്ചത്. എന്ത് സംഭവിച്ചാലും അവനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവളോടുള്ള പക കൂടി. അവളെ എങ്ങനെയെങ്കിലും വ്യാസിൻ്റെ ലൈഫിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ ഈശ്വരൻ എൻ്റെ കൂടെയായിരുന്നു. ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ആ ആക്സിഡൻറ്റിലൂടെ അവൾ അവനെ വിട്ടകന്നു. എല്ലാം മറന്ന് വ്യാസ് എന്നോട് കൂടുതൽ അടുത്തപ്പോഴാണ് വീണ്ടും നീ അവൻ്റെ ലൈഫിലേക്ക് വന്നത്. ഗീതുവിൻ്റെ എതിരാളികളെ അന്വേഷിച്ചപ്പോഴാണ് വിനായകനെ ഞാൻ പരിചയപ്പെട്ടത്. നിന്നെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഓർമ്മ വന്നതും അവനെ തന്നെയാണ്. അവന് വേണ്ടതും നിന്റെ മരണമായിരുന്നു. പക്ഷേ ചെറിയൊരു പിഴവ്, നീ രക്ഷപ്പെട്ടു. പക്ഷേ നീ ഒന്നോർത്തോ, വ്യാസ് എനിക്കുള്ളതാ. അതിന് തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും കൊന്നിരിക്കും ഞാൻ. ടീന പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഗൗരിയിലുണ്ടാക്കിയ നടുക്കം ചെറുതായിരുന്നില്ല. ഗീതു തൻ്റെ കൂടെപ്പിറപ്പ് ചതിക്കാൻ സാധിക്കുമോ അവൾക്ക്? ഇല്ല എന്ന് മനസ്സ് പറയുമ്പോൾ ഈ കാര്യത്തിൽ നുണ പറഞ്ഞുകൊണ്ട് ടീനയ്ക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്ന സ്ഥിതിക്ക് അവൾ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധി പറഞ്ഞു. എന്താടി ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വ്യാസിന് വിട്ടു പോയിക്കോണം. വ്യാസ് എൻ്റെ പറഞ്ഞു മുഴുവിക്കും മുന്നേ ഗൗരിയുടെ കൈ അവളെ കവളിൽ പതിഞ്ഞു. നിന്റെ അല്ല, ഒരിക്കലാവേയില്ല. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ വ്യാസിൻ്റെ പ്രണയത്തിനും ജീവിതത്തിനും അവകാശി ഗൗരി മാത്രമായിരിക്കും. കണ്ടുപിടിച്ചിരിക്കും ഞാൻ അറിയാതെ പോയ എല്ലാ കാര്യങ്ങളും. പിന്നെ വിനായകൻ, അവനെ കാണുവാൻ സമയമായിട്ടില്ല. പക്ഷേ നീ ചെന്ന് പറഞ്ഞേക്കേ, ഇനി അവന് എൻ്റെ സ്വത്ത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന്. എന്നെ കൊന്നാലും അത് അവൻ്റെ കൈകളിൽ കിട്ടാത്ത രീതിയിൽ ആക്കി വയ്ക്കും ഞാൻ. മനസ്സ് പലവിധ ചിന്തകളാൽ കലുഷിതമായതിനാൽ ടീനയോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. ഫ്ലാറ്റിൽ നിന്നും ഗൗരി അന്വേഷിച്ച് വ്യാസ് ഇറങ്ങി കുറേ നേരമായി. സമയം പോകുന്തോറും അവന് ടെൻഷൻ കൂടി വന്നു. ഗൗരിക്കുണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ അതവളെ ഒരുപാട് വേദനിപ്പിച്ച് കാണും എന്നവന് അറിയാമായിരുന്നു. അവൾക്ക് പകരം നിൽക്കാൻ മറ്റൊരാളെ കൊണ്ടും സാധിക്കില്ല എന്ന് ഗൗരി മനസ്സിലാക്കിയ വേണ്ടിയാണ് മനഃപൂർവ്വം വർഷയോട് അടുത്തിടപഴകിയത്. എന്നാൽ അവളുടെ മനസ്സിനെ കുത്തി നോക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. തൻ്റെ പ്രണയം അനുഭവിക്കുന്ന വേദന അതിനിരട്ടിയായി അവൻ അനുഭവപ്പെട്ടു. കടൽ തീരത്തുകൂടെ പോയതും അകലെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കാലുകൾ അറിയാതെ ബ്രേക്കിൽ അമർന്നു.